ഇതാണ് സ്റ്റേഷൻ്റെ ഔട്ട്സൈഡ് ഏരിയ. ഇനി ഇവിടുന്ന് വേണം ബസ് കയറി നമുക്കിനി ബുക്ക് ചെയ്തേക്കുന്ന റൂമിലോട്ട് പോകാൻ. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി. ആദ്യമാണെങ്കിൽ ഫോട്ടോ എടുക്ക് അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് റൂം മുഴുവൻ അരിച്ചു പറക്കി നടക്കുന്നുണ്ടായിരുന്നു. എന്നാണ്ടോ തന്നെ വെയിറ്റോ? വേസ്റ്റ് ഇടുന്ന ബിന്നുണ്ടല്ലേ? This is the view guys, this is the view. അതിനുശേഷം കുറച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ താമസിക്കുന്ന ലോഡ്ജിനടുത്ത് തന്നെയുള്ളൊരു റെസ്റ്റോറൻറ്റിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ആംബിയൻസ് ഒക്കെ ആയിരുന്നു. ഒരു ജാർഖണ്ഡായിരുന്നു നടത്തുന്ന ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. അത് ഞാൻ പണ്ട് ജാർഖണ്ഡിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പുള്ളിക്കാരൻ ജംഷഡ്പൂരാണ് താമസിക്കുന്നത്. ഞങ്ങൾ 2 ബിരിയാണി, 2 തന്തൂർ റൊട്ടിയും ഒരു ചിക്കൻ കറിയൊക്കെ ഓർഡർ ചെയ്തു. കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം കഴിക്കാൻ പറ്റുന്ന ഫുഡായിരുന്നു. കഴിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ബീച്ച് സൈഡിലോട്ട് നടക്കാൻ ഇറങ്ങി. ആ കാണുന്നതാണ് ബ്രൈറ്റൺ പിയർ എന്ന് പറയുന്നത്. ഇത് സാധാരണ ബീച്ച് പോലെ സാൻഡ് ബീച്ച് അല്ല, പീപ്പിൾസ് ബീച്ചാണ്. നല്ല ക്ലീൻ ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ബീച്ചാണ് ബ്രൈറ്റൺ ബീച്ച്. ആ കാണുന്ന മുഴുവൻ ലോഡ്ജുകളാണ്. അവിടെ കാണുന്ന ഒരു ലോഡ്ജിലാണ് ഞങ്ങൾ റൂം എടുത്തത്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലോഡ്ജും കാര്യങ്ങളാണ്. നല്ല ഏരിയ ആണ്. അതാണ് നമ്മൾ ബേലീഫ് ഒരു റെസ്റ്റോറൻറ്റ്. ആ കാണുന്ന ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ബേലീഫ് കണ്ടോ? ഈ കാണുന്നതാണ് ബ്രൈറ്റൺ പിയർ. ഇവിടെ ഒരുപാട് ഹിന്ദി സിനിമകളുടെ സോങ്ങും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. ഈവനിങ് ടൈമിൽ തന്നെ കാണുന്നത്, എന്നാലാണ് അതിൻ്റെ ഫുള്ള് ലുക്ക് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ആ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അന്യ വൈബാണ്, അന്യ ലുക്കാണ്. ഇതാണ് അതിൻ്റെ ഉൾവശം. നമുക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഒരുപാട് ഗെയിമും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗിയർ മാറുമ്പോൾ ക്ലച്ച് അമർത്തണമെന്ന്. അപ്പൊ ആക്സിലേറ്ററോ? അത് പിന്നല്ലേ നടുവിലുള്ളതാണോ ക്ലച്ച്? എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ട് താഴോട്ട് നോക്കരുതെന്ന്. പിന്നെ ക്ലച്ച് ഏതാണെന്ന് അറിയണ്ടേ? ക്ലച്ച് നിങ്ങളെ കാലിൽ ലെഫ്റ്റ് ആണ് ഞാൻ പറഞ്ഞില്ലേ. അതിനകത്തൂടെ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത ലുക്ക്. ആ ഈവനിങ് ടൈമിൽ ആ വൈറ്റ് കളറും ആ ലൈറ്റിങ്ങും എല്ലാം കൂടെ ചേർന്നപ്പോൾ ഒരു രക്ഷയില്ലാത്ത ലുക്കായിരുന്നു നമുക്ക് കിട്ടിയത്. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം വെളിയിറങ്ങിയപ്പോൾ രാത്രിയായി. ഇതാണ് രാത്രിയിലത്തെ ബീച്ചിലെ വ്യൂ എന്ന് പറയുന്നത്. സാറേ, പിന്നെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ല. കറക്കമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ റൂമിലെത്തി. ഞാൻ പെട്ടെന്ന് ഓടിച്ചൊന്ന് ഞങ്ങളുടെ റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാം. അത്യാവശ്യം എല്ലാ ഫർണിച്ചറും അവിടെ ഉണ്ടായിരുന്നു. ആദ്യം ഏറ്റവും ഇഷ്ടപ്പെട്ട ചെയറാണ് അവൻ കറക്കിക്കൊണ്ടിരിക്കുന്നത്. ഫുൾ ടൈം ആ ചെയറിനകത്തായിരുന്നു. ഇതാണ് ഒരു റൂം. ഇത് സിംഗിൾ ബെഡഡ് ആയിട്ടുള്ള ഒരു ചെറിയ റൂമായിരുന്നു. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. ഇത് അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമായിരുന്നു. നമുക്ക് ആവശ്യമുള്ള ബ്ലാങ്കറ്റും ടവലും കാര്യങ്ങളും എല്ലാം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ TV അവിടെ ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് രാത്രി ഫുഡ് കഴിക്കാനുള്ള സമയമായി. കുറച്ച് നൂഡിൽസ് ഉണ്ടാക്കി, പിന്നെ കുറച്ച് ദോശമാവ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ദോശ ഉണ്ടാക്കി. ഈ ഒരു പാത്രം മാത്രമാണ് നമ്മൾ കൊണ്ടുവന്നത്. ബാക്കി എല്ലാ പാത്രങ്ങളും അവിടെ തന്നെ ഉണ്ടായിരുന്നു.